എയ്മ വോയിസ് 2025 തേർഡ് എഡിഷനിൽ നമ്മൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ ജൂനിയേഴ്സിന്റെ റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കൂട്ടുകാരെല്ലാം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുകുട്ടികളെല്ലാം വളരെ മലയാളത്തിലെ അവർ ജനിക്കുന്നതിന് മുൻപുള്ള ഏറ്റവും മികച്ച പാട്ടുകൾ തെരഞ്ഞെടുത്ത് ഇവിടെ പാടുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കൊച്ചു കൂട്ടുകാരുടെ റൗണ്ടിൽ അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യുന്നു, ഇഷാൻ രാജ്. നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തീനൂലും സാന്ത്വനമായി ആലൂലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വീളയിൽ എന്തിനെന്നും മന്നു നീ പൂന്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്. പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരുനാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ എന്നേകനായി എന്തിനെൻ മുന്നിൽ വന്നു പനിനീർമണം തൂവുമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്. കണ്ടുവന്ന കിനാവിലെ കുങ്കുമപ്പൂമൊട്ടുകൾ തുരാനി പൂവിരൽ തൊട്ടുപോയെന്നോ കളവമില്ലാതെ മാനസഗീതമില്ലാതെ വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനെന്നേകനായി കീഴുമീ കൂടിനുള്ളിൽ എതിരേൽക്കുവാൻ വന്നുവോ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തീനൂലും സാന്ത്വനമായി ആലൂലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വീളയിൽ എന്തിനെന്നും മന്നു നീ പൂന്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തീനൂലും സാന്ത്വന
താലൂലം കാറ്റ്. ആയിഷ ഹായ് സർ, മോനെ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ജാർഖണ്ഡ്. ജാർഖണ്ഡ്. ഓ, അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, നൈസ് മീറ്റിംഗ് യു ഓൾ. അപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവരോടൊന്ന് ചോദിക്കാം അല്ലേ? മോൻ സെലക്ട് ചെയ്ത പാട്ടൊരു ഉഗ്രം പാട്ടാ. താങ്ക് യു സർ. ഇത് സമൂഹം എന്നല്ലേ സിനിമയുടെ പേര് അല്ലേ? സമൂഹം. സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമയാണ്. ആ സിനിമയിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിലെ ഓരോ അംശവും ഓരോ വാക്കും ഞാൻ പറയുന്നില്ല, ഓരോ അക്ഷരവും ഇമോഷണലാണ്. അതുപോലെയാണ് അത് ഒറിജിനലി യേശുദാസ് സാർ പാടിയിട്ടുള്ളത്. മോനിപ്പോൾ അത് പാടി നന്നായിട്ട്. താങ്ക് യു സർ. അതിൻ്റെ ലിറിക്സ് നന്നായിട്ട് സ്വർണ്ണമാനും അല്ലെ വർണ്ണമീനും ഒക്കെ എല്ലാം ഒരു മലയാളം എപ്പോഴും കൈകാര്യം ചെയ്യാത്ത ഒരു കുട്ടി കൃത്യമായിട്ട് പാടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ താങ്ക് യു സർ. ഈ തേനോലും അല്ലെങ്കിൽ നെഞ്ച്, അപ്പം മോൻ പാടുമ്പോൾ തേനോലും അല്ലെങ്കിൽ നെഞ്ചിൽ എന്നൊക്കെ തോന്നും നമുക്ക്. ആ നേ അല്ലെങ്കിൽ പൂന്തിങ്കളി എന്നാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ആ എ എന്നുള്ള അക്ഷരം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉച്ചാരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി പാടിയതിനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മോൻ നന്നായിട്ട് പാടി. പക്ഷേ ഈ പാട്ട് യേശുദാസ് സാറിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇത് അദ്ദേഹം സിംഗിങ് എന്നുള്ള അവസ്ഥയല്ല, അതിന് ഒരുപാട് മുകളിലുള്ള ഒരു അവസ്ഥയാണ് റെൻഡറിങ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് അതുപോലെ റെൻഡർ ചെയ്തിരിക്കുന്ന പാട്ടാണ്. അത് നമുക്ക് പാടാനേ പറ്റൂ, ഒരു പരിധിവരെ പാടാൻ പറ്റും. മോൻ പാടിയപ്പോൾ ആ ഇമോഷൻ കിട്ടിയില്ല കൂട്ടാ, അതങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ മോൻ അത് താളം ഒക്കെ കൃത്യം നല്ല കോൺഫിഡൻ്റ് ആണ് പാടുന്നതൊക്കെ. തുറന്ന് നല്ല വോയിസൊക്കെ നല്ല ഓപ്പൺ ആക്കി ഹൈ നോട്ട്സൊക്കെ നല്ല തുറന്ന് ക്ലീനായിട്ട് പാടി, സംശയമൊന്നുമില്ല കൃത്യമായിട്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് മോന് എത്തിപ്പെടണമെങ്കിൽ മോൻ നീയും പഠിക്കണം, കൂടുതൽ പരിശ്രമിക്കണം. ഓക്കെ, ഇഷാൻ കുട്ടാ, യെസ് മാം. നൈസ് അറ്റംപ്റ്റ്. താങ്ക് യു മാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അത് കേൾക്കാൻ നല്ല സുഖമാണെങ്കിലും വളരെ ഡിഫിക്കൽട്ടാണ് അല്ലേ പാടാനായിട്ട്, എസ്പെഷ്യലി ലൈവിൽ പാടുന്ന സമയത്ത്. യെസ് മാം. അപ്പോൾ ഈ ഒരു ഏജിലുള്ള കുട്ടിക്ക് അത് എടുത്ത് പാടുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി കോമ്പറ്റീഷൻസിന് എടുത്ത് പാടുക എന്ന് പറയുന്നത് ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട് അതിൽ. അപ്പോൾ പക്ഷെ എന്നാലും കുറേ പോർഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി പിച്ച് പെർഫെക്റ്റ് ആയിട്ട് പാടുന്നുണ്ട് മോൻ കേട്ടോ. അത് നല്ലൊരു ക്വാളിറ്റിയാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇനി മോൻ വർക്ക് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഡൈനാമിക്സ് പ്രാക്ടീസ് ചെയ്യണം. നോ വറീസ്, നല്ല ടാലൻറ്റഡ് ആണ്. വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു പാട്ടുകാരനാവാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പോൾ ഇഷാൻകുട്ടനെ നമുക്ക് അല്ലേ കിഷോർജി, യെസ്, നമുക്കൊരു തീരുമാനം. നമുക്ക് തൽക്കാലം ഒന്ന് നമുക്കൊരു സൈഡിലൊരു സീറ്റിൽ ഇരുത്താം. പോയിക്കളയരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. വെയിറ്റ് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സീറ്റ് റെഡി ആവുകയാണെങ്കിൽ അങ്ങോട്ട് ചാടി കയറി ഇരിക്കുക. അതുവരെയും യു ആർ ഇൻ വെയിറ്റിംഗ് ലിസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ ഈ സെലക്ടഡ് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്കിളും പ്രാർത്ഥിക്കാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തത് മെലോഡി റൗണ്ട് ആണ്. ഇതിൽ സ്വാഗതം ചെയ്യുന്നു അനന്യ.
ഹായ് അനന്യ, ഹലോ. എന്താണ് വിശേഷം? സുഖം? സുഖം. മോള് എവിടുന്നാ വരുന്നേ? ഞാൻ ബോംബെയിൽ നിന്ന് വരുന്നത്. ആ, നാട്ടിലെ കണ്ണൂരാ. അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടോ? ആ, ഉണ്ട് വന്നു. വെരി ഗുഡ്. അവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇനിയിപ്പം നമ്മുടെ സുദീപെങ്കിലും മൃദുല ചേച്ചിക്കും പാട്ട് ഇഷ്ടമായെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ അവരുടെ ഒരു ഇഷ്ടം നമുക്കൊന്നറിയാം. അനന്യക്കുട്ടി ആ. നന്നായിട്ട് പാടി. നല്ല താങ്ക് യു. ഇമോഷണൽ ആയിരുന്നു പല സ്ഥലങ്ങളും. താങ്ക് യു. പ്രത്യേകിച്ച് ലാ ലാ ല എന്ന് പറഞ്ഞ അവസാനിക്കുന്ന സ്ഥലം, അത് രണ്ട് സ്ഥലത്തും നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. അത് മാത്രമല്ല Thank you. പല സ്ഥലങ്ങളും മോള് പാടിയത് നല്ലതായിരുന്നു. പിന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഒരു പ്രത്യേക അഭിനന്ദനം പറയണം. ഇതങ്ങനെ എപ്പോഴും എല്ലാവരും പാടുന്ന ഒരു പാട്ടല്ല. അതെ. മോളത് അതിനോട് മാക്സിമം നീതി പുലർത്തി പാടി. പക്ഷെ കുറച്ചുകൂടി ഓപ്പണായിട്ട് പാടേണ്ട ചില ഏരിയകളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് മോള് ഒരുപാട് ഒതുക്കിയതുപോലെ തോന്നി. അത് കുറച്ചുകൂടെ ഓപ്പണായിട്ട് പാടിയത് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. അനന്യക്കുട്ടി ഹലോ. നന്നായിട്ട് പാടി. താങ്ക് യു. നല്ല ടാലൻറ്റഡ് ആണ് മോള്. നല്ല സെലക്ഷൻ. കോമൺലി ആരും റിയാലിറ്റി ഷോസിൽ എസ്പെഷ്യലി ഞാൻ അങ്ങനെ പാടി കേട്ടിട്ടില്ല ഈ ഒരു പാട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു, എനിക്ക് തോന്നുന്നു കുറച്ച് അണ്ടർ റേറ്റഡ് സോങ് ആണോ എന്ന് തോന്നുന്നു. അത്ര ചിത്ര ചേച്ചിയുടെ വളരെ അല്ലെ, അർജുൻ മാസ്റ്ററിന്റെ ഒരു പാട്ട്, അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാത്തൊരു പാട്ട്. അത് ഇങ്ങനെയൊക്കെ പാടി കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതും മോളുടെ പ്രായത്തിലുള്ളൊരു കുട്ടി. ഭയങ്കര സൂതിങ് ആയിട്ടുള്ള വോയിസ് ആണ് മോളുടെ. അപ്പോൾ ഇന്നറിൽ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ് ആ ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ആ വോയിസ് കിട്ടിയതന്നെ നല്ല ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. നല്ല ടാലൻറ്റഡ് ആണ് മോള്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സോ താങ്ക് യു ബോത്ത് ഓഫ് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് അവർ പറഞ്ഞത്. ന്യായവിധി പറയട്ടെ. വിധി ന്യായമായിട്ട് പറയും. ഇത്ര നന്നായിട്ട് പാടിയ പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. സെലക്ട് ചെയ്തു. യു ആർ ഇൻ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മോൾക്ക് എന്തായാലും നമ്മളൊരു മെഡൽ തരികയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഡൽഹി ട്രഷറർ ശ്രീ രവീന്ദ്രൻ പിരിയാട്ടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. അനന്യ, വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും നമുക്ക് വീണ്ടും ഈ വേദിയിൽ കാണുകയും കേൾക്കുകയും ചെയ്യാം അല്ലേ? വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. നമ്മുടെ വിവിധ കാറ്റഗറിയിലുള്ള മത്സരാർത്ഥികളുടെ പാട്ടുകളാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വരുന്നത്. നമുക്ക് 2 പാട്ടുകാർ നമ്മുടെ ജൂറി പാനൽ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ പാട്ട് മസ്റ്റ് ആയിരിക്കും. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുദീപ് ആൻഡ് മൃദുല. എന്റെ എല്ലാമെല്ലാമല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എന്റെ എല്ലാമെല്ലാമല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിളുങ്ങാക്കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടേ, പിണങ്ങാൻ എന്താണ് ഹോയ് 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 ഹോയ്, മിനുങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാമെല്ലാമല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ.
മുല്ല നിലാവത്ത് മിന്നുമരുവിയാൽ തരഞ്ഞാണം തീർക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. ഇല്ലാവയിൽ ചില്ലാടയാൽ പൊന്മാറിടം മൂടാം, മുത്തണിമയിലെ മുന്തിരിച്ചിപ്പിലെ വെറ്റില ചെല്ലം തേടാം. കാണാക്കോണിൽ കത്താൻ നിൽക്കും കാർത്തികത്താരം വാരാം, കാതിൽ മിനുങ്ങും കമ്മലിനുള്ളിലെ കല്ലു പതിക്കാൻ പോരാം. നിൻ തൂവൽ തൊട്ടില്ല ഞാൻ, നിൻ ചുണ്ടിൽ മുത്തിയില്ല ഞാൻ, നിൻ തൂവൽ തൊട്ടില്ല ഞാൻ, നിൻ ചുണ്ടിൽ മുത്തിയില്ല ഞാൻ, കനവിൽ കള്ളൻ ഞാനല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. കിളിങ്ങാത്തിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ് എന്താണ്, ഹോയ് 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 ഹോയ്. മിനുങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. ഈമ വോയിസ് 2025 എഡിഷൻ 3. ഇതിൽ നമ്മുടെ സൂപ്പർ സീനിയേഴ്സിന്റെയും ജൂനിയേഴ്സിന്റെയും പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളത് സീനിയേഴ്സ് റൗണ്ടാണ്. ഇതിനൊരു പ്രത്യേകത, ഇത് അടിച്ചുപൊളി പാട്ടുകളുടെ റൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഫാസ്റ്റ് നമ്പേഴ്സ് റൗണ്ട് എന്ന് പേരിട്ടിരിക്കുന്നു. ഈ റൗണ്ടിൽ നമുക്ക് മൊത്തം 10 കണ്ടസ്റ്റൻസ് ആണുള്ളത്. ഇതിൽ നിന്നായിരിക്കും നമ്മൾ വിജയികളെ കണ്ടുപിടിക്കുന്നത്. ആദ്യമായി പാടാനെത്തുന്നു ഷാലറ്റ് ഷൈജു. ധും 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 ധും
നിലാവിനുത്സവം ഹോ 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 വസന്തം പോകയായി ഹൃദന്തം മോഹമായി ദും 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 ദൂരേതോ രാക്കിളി പാട്ടിൽ തുടങ്ങി ഉത്സവം നിലാവിനുത്സവം ഗന്ധർവന്മാർ ദൂതയയ്ക്കും ദേവഹംസങ്ങൾ കുടഞ്ഞു കുങ്കുമം കുളിർപ്പൂ ചന്ദനം ഹായ് ഷാലറ്റ്. ഹലോ, ഹായ്, ഹൗ ആർ യു? ഐ എം ഫൈൻ, ഗുഡ്. എവിടെ നിന്ന് വരുന്നത്? ഞാൻ പഠിക്കുന്ന ഛത്തീസ്ഗഡില, നാട്ടില് കണ്ണൂർ. ഛത്തീസ്ഗഡുകാർ ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ? എനിക്ക് ഒത്തിരി സന്തോഷമായി. താങ്ക് യു സർ. ഇനിയിപ്പം അവര് പറയട്ടെ അല്ലേ? നല്ലൊരു ശബ്ദമാണ് ഷാലറ്റിൻ്റെ, നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വോയിസ് ആണ്. ടോണൽ ക്വാളിറ്റി വളരെ നല്ലതാണ്. ആ പാട്ട് അത് എൻജോയ് ചെയ്ത് പാടി, അതിൻ്റെ ഒരു ആ ഋതത്തിൻ്റെ ഒരു പ്ലേഫുൾ ആയിട്ടുള്ളൊരു ടൈപ്പിൽ അങ്ങനെ അത് കീപ്പ് ചെയ്ത് പാടി. പക്ഷേ സ്റ്റഡിയായിട്ട് മുഴുവൻ പാട്ടിലും അത് നിലനിർത്തിയിട്ടില്ല. ചില സ്ഥലങ്ങൾ വരുമ്പോൾ ഡ്രോപ്പ് ആവും. നമ്മൾ ചില സമയത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഓ ഇതൊരു പെർഫെക്റ്റ് ആണല്ലോ എന്ന് തോന്നുമ്പോൾ അടുത്ത വരിയിൽ ഒരു ഡ്രോപ്പ് സംഭവിക്കുന്നു, വീണ്ടും പിടിച്ചു കയറുന്നു. അങ്ങനെ വീണും കയറിയും എന്താ പറഞ്ഞത്, തെന്നിയും തെറിച്ചും അങ്ങനെ ഒരു വേരിയേഷനുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അത് മനസ്സിലാവുമല്ലോ, Yes, sir. ടാലന്റിൻ്റെ അറിയാമല്ലോ. നമ്മളിപ്പോൾ ഇത്രയും അറിയാവുന്ന ഒരു നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അറിയാം ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ഇത് കൂടെ ഉള്ള ആളാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതുപോലെ ഇതിനകത്തൊരു ഓപ്പറ സിംഗിങ് വരുന്നുണ്ട്. അത് നോട്ട് ഈസി. അതൊരു മറ്റ് ലിറിക്സ് പാടുന്ന പോലെയല്ല. പ്രത്യേകിച്ച് അത് പാടിയിട്ട് ഇതിന് ഇൻ ബിറ്റ്വീൻ അത് പാടുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ സമ്പൂർണ്ണമായിട്ടും അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. അതുകൂടെ എല്ലാം കൂടെ വരുമ്പോഴേ അതൊരു ഓൾ പെർഫോമൻസ് ആയി മാറുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കുറവുകൾ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് എനിക്ക് പൂർണ്ണ തൃപ്തിയില്ല. എന്നാലും ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് നല്ലതാണ്. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമ്മളതിനെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അത് കൂടുതൽ ശ്രദ്ധിച്ച് പാടുക ഇനി. യെസ് സർ. ഓക്കെ, Thank you, sir. താങ്ക് യു സുദീപ്. മൃദുല. ഹായ് ഷാലറ്റ്. ഹലോ മാം. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഒരു ഡാൻസ് നമ്പർ ആണെങ്കിലും കേൾക്കാൻ ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരും ഭയങ്കര കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണെങ്കിൽ പോലും വളരെ ടഫായിട്ടുള്ളൊരു സോങ്ങാണ്. വിദ്യാസാഗർ സാറിൻ്റെ സോങ്ങാണ്. 3 പേര് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പം ഇത്രയും ടഫായിട്ടുള്ളൊരു സോങ് അതെ. അപ്പൊ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. വളരെ കുറെ പോർഷൻസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പക്ഷെ ഈ പറഞ്ഞ മാതിരി കോമ്പറ്റീഷൻ ആകുമ്പോൾ നമുക്ക് അതിന്റെ പെർഫെക്ഷനിലേക്ക് നോക്കണമല്ലോ, പെർഫെക്ഷനിലേക്ക് എത്തിക്കണം നമ്മള്. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു പെർഫെക്ഷൻ കുറവ്, പല സംഗതികളും പാടുന്നതിലൊക്കെ കുറച്ചൊരു ഇംപെർഫെക്ഷൻ ഫീൽ ചെയ്തു. കുറച്ചുകൂടി ക്രിസ്പ് ആക്കണം, ക്ലാരിറ്റി വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഷാലറ്റിനെ നമ്മുടെ വെയിറ്റിംഗ് സീറ്റിൽ തൽക്കാലം പ്ലേസ് ചെയ്യാനാണ്. യു ആർ ഇൻ വെയിറ്റിംഗ് ലിസ്റ്റ്. ഓക്കെ സർ. താങ്ക് യു. ഷാലറ്റിന് ഇന്നാവാൻ വേണ്ടിയിട്ട് വിധിയുണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സീനിയേഴ്സിന്റെ കാറ്റഗറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു അടുത്ത മത്സരാർത്ഥി ശ്രേയസ് നായർ. പഴനിമല മുരുകന് പള്ളിവേലായുധോ
പറക്കുന്ന പൊന്മയിൽ വാഹനം മാർഗഴി തിങ്കളോ ഞാനപ്പഴും വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര. കാങ്കണക്ക തില്ലം തില്ലം തടങ്കണക്ക ചെണ്ടമൃതംഗം മേലെക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പഴയടി നീളം പൂക്കാവടി നീളം. നാട്ടുകളറി കച്ചമുഴുക്കണ വാഴ്പയെട്ടടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലമ്പിരി വെട്ടി തോതിര ഘടകമുരടിയും തടയും താളം പൂക്കടകൻ താളം. കോമരങ്ങൾ കുടിയുണ്ടേ പഞ്ചവദ്യ പൂവിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവദ്യ പൂവിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാർ തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ. വെങ്കടേശ നാക്കില മുക്കില വായില കുന്നിലെ മുച്ചപ്പിറന്തിക്കും തൈവാരത്തിനും തൈമാസത്തിലെ കല്യാണത്തിനും കരുകരുകെ കരുത്തമുത്ത ചോമീൻ കൊയ്തെടുത്തിൽ തങ്കമഴേ തട്ടാൻ ചക്ക മാറിയമ്മൻ കുടമടെ കുടമേടേ ഏതാങ്കണക്ക ഏതളങ്കണക്ക ഏതാങ്കണക്ക തില്ലം തില്ലം തളങ്കണക്ക ചെണ്ടമൃതംഗം മേലെക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയടി നീളം ഓ കാവടി നീളം ഓ കാവടി നീളം ഓ കാവടി നീളം. ശങ്കരനുണ്ണി കുടമാളൂർ കേശവൻ അങ്ങനെ പലകൂട്ടം കുലകുമ്പൻ നിറഞ്ഞേ അമ്പൂത്ത് തമ്പ്രാൻ ഗണപതി വമ്പേറ്റും വാമനമൂർ വരമേകാൻ മനതാരിൽ തെളിഞ്ഞേ. എതിരെ ഇനിയും അരുത് കുരുതി മകനെ കണികാല കുലദൈവമേ. അലങ്ങാട്ടെ ചെന്നച്ചാരുടെ ചെറുമകൾ അവളുടെ കടമിഴി അമ്പിൻ തുമ്പിലുടക്കി കച്ചമുറുക്കി മെഴുക്കുവഴക്കി ചുറ്റി നടന്നിട്ടമ്പലമുട്ട കരയാ കരയിൽ കഥകളിമേളം കണ്ടു മടങ്ങി വരുമ്പോൾ ഈ ജഗദീശം കെട്ടിറമിച്ചു കുഴഞ്ഞൊരു ഉച്ച കഴിഞ്ഞു. അയ്യയ്യേ മച്ചമ്പിയേ നടറിഞ്ഞേ മച്ചമ്പിയേ അയ്യയ്യേ മച്ചമ്പിയേ താങ്കണക്ക ഏതളങ്കണക്ക തില്ലം തില്ലം തളങ്കണക്ക ചെണ്ടമൃതംഗം മേലെക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയടി നീളം ഓ കാവടി നീളം ഓ കാവടി നീളം ഓ കാവടി നീളം. കാറ്റാടി കൊമ്പിലിരുന്നൊരു കാക്കാത്തി വിരുന്നു വിളിച്ചോടി എന്ന മരിമാനം വേണ്ട. കുമ്പാള കോണകമോടെ കുഞ്ഞാന കളിച്ചു നടക്കും കരുമാടി ചെറുക്കാനി പോടാ. എരിയും കുടിലിൻ എരിഞ്ഞ് കരിഞ്ഞ കഴുക്കോൾ ഊരാതെ എൻ മാമനെ. മക്രിക്കൂട്ടം കച്ചേരിക്കായി സ്വരജതി പറയുമൊരൊറ്റ കൊണ്ട് കുളത്തിൽ ചാടി ഇടവഴി പെരുവഴി ഊടിമറിഞ്ഞും ഭൂതപ്രേത പിശാച കണക്കെ കൂക്കി വിളിച്ചും കാടുകുലുക്കി കൊമ്പുകുലുക്കി കരിവരനായ മതമ്പാടോട് കരിമ്പുകളെ കുതിരുമ്പി വിളിച്ചു. അയ്യയ്യേ മച്ചമ്പിയേ നടറിഞ്ഞേ മച്ചമ്പിയേ ചെണ്ടമൃതംഗം മേലെക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയടി നീളം ഓ കാവടി നീളം ഓ കാവടി നീളം ഓ കാവടി നീളം. കാവടി
ഹായ് മച്ചമ്പി. ഹലോ. ഫാസ്റ്റ് നമ്പേഴ്സ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ജഡ്ജസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് ഇളക്കിയ ആദ്യത്തെ ആള് ശ്രേയസാണെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദാറ്റ്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ടല്ലേ, ബ്രീത്തും കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓവർ ടു ദ ജൂറി പാനൽ. ഊർജം, എനർജി, ഫുൾ എനർജി ആയിരുന്നു, സംശയമൊന്നുമില്ല. ശ്രേയസ് അടിപൊളി, തകർത്തു, പൊളിച്ചു. ഇത്തരം പാട്ടുകളുടെ ആറാം തമ്പുരാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ശ്രീകുമാറേട്ടനെയാണ്. MG ശ്രീകുമാറേട്ടൻ ഇത്തരം പാട്ടുകൾ അവസാന വാക്കാണ്. അത്തരം ഒരു പാട്ടാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ സംഗതികളും കുറേ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് പാടിയിട്ടുള്ളത്, അതെല്ലാം ഈ ഫാസ്റ്റായിട്ട് ഈ ടെമ്പോയിൽ ഈ മെട്രോണമിന് ഉള്ളിൽ നിർത്തി പാടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതിൽ അദ്ദേഹമാണ് അഗ്രഗണ്യൻ. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മൊത്തം പ്ലേബാക്ക് സിംഗേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാസ്റ്റ് നമ്പേഴ്സിനിടയിൽ ഇത്രയും സംഗതികൾ കൃത്യമായിട്ട് ആ മെട്രോണമിൽ പാടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാര്യത്തിൽ അദ്ദേഹത്തോട് എപ്പോഴും തികഞ്ഞ ബഹുമാനമാണ്. റെക്കോർഡിങ്ങിൽ പലപ്പോഴും ഒരു വരി പാടിയിട്ട് അടുത്ത ഒരു ഓവർലാപ്പ് വേറൊരു ട്രാക്കിൽ റെക്കോർഡ് ചെയ്യും, എന്നിട്ടേ പാടാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ സസ്റ്റൈൻ നിൽക്കുമ്പോൾ മറ്റത് കയറി വരാൻ ബുദ്ധിമുട്ടല്ലേ, അത് ടെക്നോളജി കൊണ്ട് സാധിക്കുന്നതാണ്. പക്ഷേ അതൊക്കെ ട്രൈ ചെയ്തു. അനുപല്ലവിയിലൊക്കെ ഇടയ്ക്കൊന്നൊരു ഹമ്മിങ് കയറി വന്നിട്ടൊക്കെ പാടി. അത് ബുദ്ധിമുട്ടാണ്. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല, പെർഫെക്റ്റ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മോനത് മാക്സിമം ട്രൈ ചെയ്തു. പിന്നെ മാത്രമല്ല ഇടയിലൊരു പെർഫോമൻസ് ഒക്കെ, അത് ഡാൻസും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു എനർജി. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പേർക്കും, ഇത് ടെലിവിഷനിൽ കാണുന്ന കോടിക്കണക്കിന് നമ്മുടെ സംഗീത ആസ്വാദകർക്കും ഇതൊരു തീർച്ചയായിട്ടും ഒരു ട്രീറ്റ് ആയിരിക്കും, സംശയമൊന്നുമില്ല. അടിപൊളി. വാട്ട് ആൻ എനർജറ്റിക് പെർഫോമൻസ്. എൻ്റെ അമ്മോ, ഭയങ്കര എനർജി, ഒരു രക്ഷയില്ല. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ശരിക്കും ഡാൻസ് ചെയ്യാനൊക്കെ തോന്നില്ലേ, അവിടെ വന്ന് ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൃദുല സ്റ്റേജിലേക്ക് ഓടി പോകുമോന്ന് എനിക്കൊരു സംശയം. കാലിവിടെ കെട്ടിയിട്ടിരിക്കുക, അതുകൊണ്ട് മാത്രമാണ് ഓടാൻ. ഇനി എന്റെ ഡാൻസ് കണ്ടിട്ട് കുട്ടിയുടെ നന്നായി പാടുന്ന കുട്ടിയുടെ പാട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. സുധിപേട്ടൻ പറഞ്ഞില്ലേ, ആ ഒരു ഇടയിലൊരു ആലാപം, അത് വേറെ നമുക്ക് റെക്കോർഡിങ്ങിന് വേറെ തന്നെ പാടാനേ പറ്റുള്ളൂ, വേറെ ട്രാക്കിലാണ് അത് റെക്കോർഡ് ചെയ്യുക. പക്ഷെ ഇവിടെ മോൻ ലൈവിൽ പാടുമ്പോൾ അത് മാനേജ് ചെയ്ത ആ ഒരു വേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അപ്പൊ അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആക്ച്വൽ പെർഫോമൻസിന് മുമ്പ് ശ്രേയസ് ഒന്ന് പാടി നോക്കിയിരുന്നു, റിഹേഴ്സലിന് വേണ്ടി, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അവിടെ കീബോർഡ് ശ്രുതിയൊക്കെ കൊടുക്കുന്നു, ശ്രേയസ് പാടുന്നു. അപ്പോൾ ഇത്ര എനർജി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്ന് ആലോചിച്ചിട്ട് മതി അല്ലേ മൃദുല എന്നൊക്കെ നമ്മളിങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മകനെ ഞെട്ടിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. യു ആർ സെലക്ടഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൺഗ്രാജുലേഷൻസ് ശ്രേയസ്. ശ്രേയസ് ഏതായാലും നമ്മളെ ഇത്രയും സന്തോഷിപ്പിച്ചുകൊണ്ട് തിരിച്ചു ഒരു സന്തോഷം നൽകിയിട്ട് വിടാം. ഈ പെർഫോമൻസിന് നമ്മളൊരു ചെറിയ മെഡൽ വരുന്നുണ്ട്. ഇത് നൽകുന്നതിന് വേണ്ടി ശ്രീമതി ലതാ നമ്പൂതിരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you so much, ma'am. Shreyas, once again, congratulations. Thank you. Thank you. You are still watching EMA Voice 2025 third edition. ഇത് സീനിയേഴ്സിന്റെ റൗണ്ടാണ്. സ്വാഗതം ചെയ്യുന്നു അടുത്ത കണ്ടസ്റ്റന്റ് പാർവതി. മരം കുളിരണ മകരമാസ പെണ്ണെ, മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ, കൂവളത്തിന് കണ്ണു പൊത്താൻ വാ. കണ്ണൻ വന്നെത്തും നേരം, കണ്ണിൽ കടലിന്റെ താളം, ഇരവാം പയ്യന്റെ പാലം, മധുര പൂന്തേ കാത്തിരിക്കും നെഞ്ചിൽ. മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണെ, മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ, കൂവളത്തിന് കണ്ണു പൊത്താൻ വാ.
മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റ് കൂവളത്തിന് കണ്ണു പൊത്താൻ വാ 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 പൂവെടുത്ത് മിഴി വരച്ച് പുണ്യം കൗമാരത്തിന് സിന്ദൂരം തന്നു നിലമുകിൽ മുടിയണിഞ്ഞ് ബാലസൂരി കോറി തെളിഞ്ഞ് തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു അണിയണിയായി അരയുന്ന കൂട്ടം ഈ കാൽ ചുവട്ടിൽ നടപഴിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിരനിരയായി പഴിയുകളെല്ലാം രാഗാമുഖന്റെ കുഴൽ വിരികാതോർത്തു നിൽക്കുമ്പോൾ മഞ്ഞു പെയ്യണം മരം കുളിരണം മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റ് കൂവളത്തിന് കണ്ണു പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം പയ്യന്റെ ഹായ് പാർവതി. ഹലോ. നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ പാലക്കാട്. പാട്ട് കേട്ടപ്പോഴേ മനസ്സിലായി എന്തായാലും കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളായിരിക്കും എന്ന് പാട്ട് കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു പാർവതി? ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഡിഗ്രി ഫസ്റ്റ് ഇയർ. നല്ല ഉഗ്രനൊരു ശബ്ദമാണ് മോളുടെ. നല്ല ബോൾഡ് ആയിട്ടുള്ള വോയിസ് ആണ്. ആ വോയിസിന് ഒരു മാർക്കുണ്ട്. പക്ഷെ ആ വോയിസ് സ്റ്റഡിയായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ സ്ഥലത്തും പറ്റിയിട്ടില്ല. ഈ പാട്ട് പാടാൻ എളുപ്പമല്ല. ഇത് ശ്വാസമാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? വിദ്യാസാഗർ സാറിൻ്റെ പാട്ട് എന്ത് ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും അത് എങ്ങനത്തെ സിറ്റുവേഷനിൽപ്പെട്ട പാട്ടാണെങ്കിലും പക്ഷെ അതിനകത്ത് അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു മെലഡിയുടെ മാജിക് ഉണ്ട്. ഇതിലും അങ്ങനെ ഒരു ഉഗ്രൻ മെലഡി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ മെലഡി നമ്മുടെ സൗകര്യത്തിന് പാടാൻ പറ്റില്ല. അതാണല്ലോ പ്രശ്നം. അതിനൊരു ടെമ്പോ കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടെമ്പോയിൽ പാടുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് മോളും അനുഭവിച്ചത്. ആ ശബ്ദത്തിനൊരു യുണീക്ക് വോയിസ് ആണ്. ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ക്ലാരിറ്റിയുള്ള ശബ്ദമാണ്. മോളൊരു കൊച്ചുകുട്ടിയാണ് അല്ലേ? ഒരു ടീനേജറാണ്. വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇനിയും ആ വോയിസ് പോളിഷ് ചെയ്ത് ഒരു നല്ല ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു ഉഗ്രൻ പാട്ടുകാരിയായിട്ട് വരാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. പാർവതിയുടെ വോയിസ് പറയാതെ വയ്യ. അയ്യോ എന്ത് വെണ്ണ പോലെയുള്ള വോയിസ് ഒക്കെ പറയില്ലേ, അങ്ങനത്തെ വോയിസാണ്. സുജാ ചേച്ചിയുടെ പാട്ടൊക്കെ പാടാൻ പറ്റിയൊരു വോയിസാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി പല സ്ഥലത്തും ആഹാ എന്ന് പറയേണ്ട കുറേ പോർഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാട്ട് വിചാരിച്ച പോലെ എളുപ്പമല്ലല്ലോ ലൈവിന് പാടാൻ. നമുക്ക് സുഖമാണ് കേൾക്കാൻ, പക്ഷെ ഭയങ്കര ആ കറക്റ്റ് ആ ടെമ്പോ ഇങ്ങനെ കീപ്പ് ചെയ്ത് ഇങ്ങനെ പാടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രെത്ത് കൺട്രോൾ നന്നായിട്ട് വേണം. ബ്രെത്ത് കൺട്രോൾ ഉണ്ട്, പക്ഷെ ഈ പാട്ടിൽ ലൈവ് പാടാൻ ചില സമയത്ത് ബുദ്ധിമുട്ടാണ് ഏത് സിംഗർക്കും. അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബ്രെത്തൊക്കെ എക്സസൈസസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുക ഡെയിലി. എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓൾറെഡി എനിക്കറിയാം നല്ല ഉഗ്രൻ സിംഗറാണെന്ന്. കേൾക്കുമ്പോൾ തന്നെ പല്ലവി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യുഗ്രൻ സിംഗറാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്താ ഇനി നമ്മുടെ ഡിസിഷൻ നമുക്ക് നോക്കാം. അതന്നെ നമ്മുടെ ഡിസിഷൻ വെയിറ്റ് ചെയ്യാൻ നോക്കാം. അതെ. അപ്പോൾ നമുക്ക് പാർവതി വെയിറ്റ് ചെയ്യാം. പാർവതി എന്തായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ നോക്കാം. കുറച്ച് ആൾക്കാരുടെ പാർവതിയുടെ കൂട്ടത്തിൽ വരാനുണ്ട്. എന്തായാലും ഭാഗ്യം പാർവതിയുടെ കൂടെ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹോപ്പ് ടു സീ യു സൂൺ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു കൃഷ്ണാനന്ദ്. ഹരോ ഹര
വേലായുധ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നിനു മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇതു മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുല്ലം കൊള്ളിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടൻ കേറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവണ്ണൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിറയുമുണ്ടേ. ഹോയ്, മുടിവെട്ടാൻ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൻ ലഹരിയുണ്ടേ. വെട്രിവേൽ മുരുകാ മുരുകാ, വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ. അറുപട വീട് ഇത് തിരുമലമേട്. ഇനി അഗ്നിക്കാവടിയാടാൻ ഈ കല്ലിൻ നാഴി ഒരുക്കണ്ടേ. കൂപ്പട കൂട്ടാൻ ഇനി കൊട്ടടവട്ടം. വീരാളിക്കോലം ചുറ്റിക്കോമരമുണ്ടേ, വാളും പരിചയുണ്ടേ. മുക്കിലെ നാക്കിലെ ആരുവിളക്ക്, ശീലത്തിൻ ചിലമ്പുമുണ്ടേ. കഞ്ചി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി, വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുല്ലം കൊള്ളിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ. വേൽമുരുകാ ഹരോഹരാ ഹോയ്, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോയ്.
കൃഷ്ണാനന്ദേ, ഓ ഈ മുരുകൻ സ്വാമി ഇല്ലായിരുന്നെങ്കിലും മലയാള സിനിമ എന്ത് ചെയ്തല്ലേ? അതെ ഒരാൾ വന്ന് വേറൊരു മുരുകനെ തകർത്തിട്ട് പോയി. ഇപ്പൊ ഒരാൾ വീണ്ടും മുരുകനെ പിടിച്ചു. ഇനി ഒരു മുരുകനോടാണെന്ന് തോന്നുന്നു വരാനുള്ളൂ അല്ലെ? ഇനിയുണ്ട്. ഇനിയുണ്ട്. കുറേ മുരുകനുണ്ട്. തുടരും സിനിമയിൽ ഒരു മുരുകനുണ്ട്. എല്ലാം ലാൽ സാറാണ് ഇതിനകത്തെ. മുന്നിൽ ചെന്ന് കാവടിയൊന്നും ആടി ഇനി കിടക്കുന്നു. അപ്പൊ ഇനി കിടക്കുന്നു. ഒരുപാടുണ്ട്. പഴനിമല കോവിലെ പാൽക്കാവടി കിടക്കുന്നു ഇഷ്ടംപോലെ മുരുകൻ. അപ്പൊ മുരുകൻ ഒരു പ്രധാന ഐറ്റം ആണെന്ന് തോന്നുന്നു. അതെ, അപ്പൊ ഇത് മുരുകനെ പിടിച്ച് ഒരാള് മുരുകനെ കൂട്ടുപിടിച്ചിട്ട് അദ്ദേഹം പമ്പ കടന്നു, രക്ഷപ്പെട്ടു. അപ്പൊ അടുത്തയാളും മുരുകനെയായിട്ട് പിടിച്ചിട്ട് എനിക്ക് ഈസിയായിട്ട് കൃഷ്ണൻ വളരെ ഈസി ആയിട്ട് പാടുന്നതായിട്ട് തോന്നുന്നു. ഒരു സ്ട്രെയിനും ഇല്ലാതെ ഭയങ്കര രസകരമായിട്ട് പാടുന്നതായിട്ട് തോന്നി. ആൾക്കാരെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അത് മാത്രം പോരല്ലോ അല്ലേ? ഇതിനിടയിൽ പല പല സംഗതികളൊക്കെ ഉണ്ട്. ആ സംഗതികളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സുദീപ് ആൻഡ് മൃദുല. കൃഷ്ണാനന്ദ് സാർ മോനെ നല്ല കൂളായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. Thank you, sir. ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ ഈസി ആയിട്ട് എൻജോയ് ചെയ്തുള്ള പെർഫോമൻസ് ആണ്. താങ്ക് യു സാർ. അത് അതുപോലെ എവിടേക്കോ ശ്രീമറേട്ടന്റെ ശബ്ദം എവിടേക്കോ കേട്ട പോലെ എനിക്ക് തോന്നി. മോന്റെ ശബ്ദത്തിൽ എവിടേക്കോ അദ്ദേഹത്തിന്റെ ചില താങ്ക് യു സാർ. ആക്സെന്റുകളും അദ്ദേഹത്തിന്റെ ചില ഉച്ചാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിന്റെ ലിറിക്സ് കൈതപ്രം സാറാണ്. അദ്ദേഹം ചിലപ്പോൾ കേട്ട ഇച്ചിരി പരിഭവം പറയും. കാര്യം ഒരുപാട് സ്ഥലത്ത് ലിറിക്കൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളിത് നെറ്റിൽ നിന്ന് ലിറിക്സ് എടുത്ത് പഠിക്കരുത്. അതിൽ ആരെങ്കിലും ഒരു പാട്ട് കേൾക്കുന്ന ഒരു മനുഷ്യൻ അപ്ലോഡ് ചെയ്യുന്നതാണല്ലോ പൊതുവെ. അപ്പൊ അതിലുള്ള തെറ്റുകൾ ഒരുപാട് വരും. അത് നോക്കി ഫോളോ ചെയ്യരുത്. അതിനകത്ത് കുറേ ലിറിക്കൽ പ്രശ്നങ്ങളുണ്ട്. പ്രധാനം മുല്ലം കൊള്ളി എന്നാണ് 3-4 പ്രാവശ്യം പാടിയത്. അത് ആ പാടുന്നതിന്റെ ഫ്ലോയിൽ വന്നപ്പോൾ മുള്ളം കൊല്ലി എന്നുള്ളത് മുല്ലം കൊള്ളിയായി പോയി. അത് പോട്ടെ, മൊത്തത്തിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലങ്ങ് ലയിച്ചിരുന്ന് പോയി. താങ്ക് യു സാർ. നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തൊരു എനർജി ആയിരുന്നു. ഇതാണ് പെർഫോമൻസ്. താങ്ക് യു. ഇങ്ങനത്തെ പാട്ടുകൾ എടുത്ത് പാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പാടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, ചീറ്റി പോകും അല്ലേ? അപ്പൊ ആ ഒരു എനർജി ഉടനീളം ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാതെ വയ്യ. താങ്ക് യു. MG സാറ് വാക്കുകൾ ഈ എസ്പെഷ്യലി ഈ ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോൾ സാറ് വാക്കുകൾ ഉച്ചരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഒന്ന് പുഷ് ചെയ്തിട്ടാണ്. ഒരു ആദ്യത്തെ അക്ഷരം ഒന്ന് പുഷ് ചെയ്തിട്ടാണ് പാടുക അല്ലേ? അപ്പൊ അതിനൊരു പ്രത്യേക ഒരു എനർജി കിട്ടും. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ടാണ് കൃഷ്ണാനന്ദ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും ലിറിക്സ് പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നോക്കി ചിരിക്കായിരുന്നു. പക്ഷെ അതും ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കോമ്പറ്റീഷനിൽ വരുമ്പോൾ ശ്രദ്ധിക്കണല്ലോ. പക്ഷെ എന്നാലും അതിന്റെയൊക്കെ മേലെ ആ എനർജി കവറപ്പ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളെല്ലാരും നമ്മളെല്ലാരും ഡാൻസ് ചെയ്യിപ്പിക്കണം ഇങ്ങനത്തെ പാട്ട് പാടുന്ന സമയത്ത്. അത് കൃഷ്ണാനന്ദ് ശരിക്കും ജസ്റ്റിസ് പുലർത്തി. താങ്ക് യു മാം. താങ്ക് യു. കോമ്പറ്റീഷനിൽ എപ്പോഴും പെർഫെക്ഷൻ എന്നുള്ളൊരു കാര്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ലിറിക്കലി പെർഫെക്റ്റ് ആവാത്തത് കൊണ്ട് മാത്രം നമുക്ക് കൃഷ്ണാനന്ദിനെ തൽക്കാലം വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. യു ആർ ഇൻ വെയിറ്റിംഗ് ലിസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ എന്തായാലും ഈ കടമ്പയെ അതിജീവിച്ച് നമ്മൾ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാർ.